കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം യേശു കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. യേശുവിനോടൊത്തിരിക്കുന്നത് പോലെ ഇത്ര സന്തോഷകരമായി വേറൊന്നുമില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സാക്ഷ്യങ്ങളിൽ നമ്മളുടെ പല പ്രദേശങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ അവിടെയുള്ള ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് വലിയ വിടുതലുകൾ സംഭവിക്കുക. ഇന്ന് മാനസിക രോഗിയുടെ വിടുതൽ നമ്മൾ കാണും, ക്രിമിനലിൻ്റെ രൂപാന്തരം നമ്മൾ കാണും. അത്ഭുത സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം നല്ലൊരു ഉദ്യോഗസ്ഥൻ ആണ്. പരീക്ഷാ ഭവനിലെ നമ്മൾ കാണാൻ പോകുന്ന സഹോദരൻ. അദ്ദേഹത്തിന് സത്യൻ നഗറിൽ നടന്ന പാപ്പൻകോട് ചില മാസങ്ങൾക്ക് മുമ്പ് നടന്ന മീറ്റിങ്ങിൽ ഒരു അത്ഭുത വിടുതൽ അവിടെ ഉണ്ടായി. വർഷങ്ങളായി തൻ്റെ മൂക്ക് ഒരു ദശ വന്ന് അടഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ആ സഹോദരൻ്റെ വിശ്വാസം താൻ കരം വെച്ചു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വിടുതലായി. ആ മീറ്റിങ്ങിൽ തനിക്ക് ലഭിച്ച സൗഖ്യം ഇപ്പോൾ 2-3 മാസത്തിന് ശേഷം വർഷങ്ങളായി ഉണ്ടായിരുന്ന ആ മൂക്കിലെ ദശ കർത്താവ് എടുത്തു മാറ്റി. ഇപ്പോഴും നല്ല ഫ്രീ ആയിട്ട് തനിക്ക് ശ്വസിക്കാം. മറ്റ് ചില അത്ഭുത വിടുതലുകൾ കൂടെ തനിക്ക് ലഭിച്ചു. ആ സാക്ഷ്യം നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നു. എന്തിഷ്ടമാണെനിക്കെൻ്റെ യേശുവേ, അനുഭവമെന്നുള്ളിൽ അറിയുന്നിതാ. തേനൂറും കർത്താവിൻ സ്നേഹത്തിൻ മാധുര്യം നുകരുവാൻ എന്നുള്ളിൽ കൊതിയാകുന്നു. എന്തിഷ്ടമാണെനിക്കെൻ്റെ യേശുവേ. എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ഹോസ്പിറ്റലൈസ് ആണ്. 35,000 രൂപയെങ്കിലും മിനിമം ചെലവഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. എന്തായിരുന്നു പ്രശ്നം? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മൂക്കിൻ്റെ ഇവിടെ ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേറ്റ് ചെയ്താലേ അകത്തുള്ള മാംസം എടുത്ത് കളയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അത് ഫ്രീ ആയി. ഈ വലത്തെ സൈഡ് ഇങ്ങനെ ശ്വാസം വിടാൻ മേലായിരുന്നു. ഇവിടെ പോവില്ല. ഈ ഒരു സൈഡ് മാത്രമേ ശ്വസിക്കാൻ പറ്റുള്ളൂ. ഇവിടെ അകത്ത് മാംസം അടഞ്ഞുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അവിടെ വെച്ച് 2 കാര്യങ്ങൾ ഒരുമിച്ച്. ഒന്ന്, ഈ ശ്വാസതടസ്സം മാറി, അന്ന് മാറിയതാ. പിന്നെ അതുപോലെ വായിക്കകത്തൊരു ബാഡ് സ്മെല്ലുണ്ടായിരുന്നു 2002 മുതൽ. വായിക്കകത്ത് ബാഡ് സ്മെൽ, സംസാരിക്കാൻ പറ്റില്ലായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ അതും ഇത് പറഞ്ഞ പോലെ ഇതിനിടയിൽ മധ്യത്തിൽ വിളിച്ച് പറഞ്ഞായിരുന്നു. ദൈവാത്മാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വാ തുറക്കുമ്പോൾ വല്ലാത്ത ബാഡ് സ്മെല്ലുള്ള വ്യക്തിയെ കർത്താവ് വിടുവിക്കുന്നത്. അതേപോലെ ഇരുന്നു. അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത് ഒരു നാരങ്ങയുടെ ഇല ചുരുട്ടിയാൽ ഒരു സ്മെല്ലും അമൃതാഞ്ജൻ്റെ സ്മെല്ലും കൂടെ ഒരു സ്മെല്ലിങ്ങനെ വായിക്കകത്തേക്ക് പ്രവഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അകത്തേക്ക് നന്നായിട്ട് എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രീ ആയി. കൈ കൊടുത്ത് പറ, സ്വർഗത്തിലും നാരകത്തിൻ്റെ ഇല അമൃതാഞ്ജനമൊക്കെ ഉണ്ടെന്ന് പറ. സ്മെല്ലൊക്കെ മാറ്റും. ഹലോ, ഇപ്പം സൗഖ്യമായിട്ട് ഇപ്പം എത്ര നാളായി? ഇപ്പം അപ്പോൾ ഒരു 1.5-2 മാസമായത്. 2 മാസം. തിരുവനന്തപുരം 3 മാസം മുമ്പ് പാപ്പനംകോട് മീറ്റിങ്ങിൽ നടന്ന വിടുതൽ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. തിരുവനന്തപുരം സഭയിൽ വരുന്നത് തന്നെ ശ്വാസം മുട്ടലോടുകൂടിയാണ് വന്നത്. അന്ന് അവിടെ പ്രെയർ കഴിഞ്ഞപ്പം ഒരു ബ്രദർ വന്നിട്ട് എൻ്റെ ഇവിടെ നെഞ്ചത്ത് തട്ടി, ശ്വാസം മുട്ടൽ ഇവിടെ വന്നു. നമുക്ക് യേശു അല്ലേ ഉള്ളത്, പിന്നെ എന്തിനാ യേശുവേന്ന് 2 വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നു. ഇവിടെ ഇങ്ങനെ തടിക്കാൻ തുടങ്ങി. ഈ നെഞ്ചിൻ്റെ ഇവിടെ ക്രോസ് ബാറായിട്ട് ഇങ്ങനെ മാംസപേശി കിടന്ന് പിടച്ചു. അപ്പോൾ എനിക്ക് എന്തോ സംഭവിക്കണമെന്ന് മനസ്സിലായി.
സാക്ഷ്യം പറയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് എനിക്ക് ഇപ്പോൾ പറയാൻ ഒക്കില്ല, ശരി അടുത്ത ആഴ്ച ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഹോള് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. എല്ലാ വർഷവും 35,000 രൂപ ആശുപത്രിയിൽ ചിലവഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങണത്. അപ്പോൾ എൻ്റെ ഓഫീസിലുള്ള ഒരു ലവ്ലി സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. വന്നു കഴിഞ്ഞ് ഇത് കഴിഞ്ഞപ്പോൾ ആ ഹോള് വിട്ട് ഇറങ്ങിയപ്പോഴേ ശ്വാസം മുട്ടൽ മാറി. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. കർത്താവ് എന്നെ തൊട്ടു. ആ മുഖത്ത് നമുക്ക് കാണാം യേശു ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവർ, രോഗസൗഖ്യം മാത്രമല്ല കർത്താവ് ചെയ്യുന്നത്. കഠോരനായ ക്രിമിനലുകളെ കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നു. നമുക്ക് നിശ്ചയമായിട്ടും അറിയാം, ഡോക്ടർമാർ ഇന്ന് പല നവീന സാങ്കേതിക വിദ്യകളുണ്ട്, പല ചികിത്സാ രീതികളുണ്ട്. ഒത്തിരി പേർക്ക് സൗഖ്യം ചികിത്സകളിലൂടെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ലോകത്തിൽ ആർക്കും മാറ്റാൻ കഴിയാത്ത ഒരു രോഗമാണ് ഒരു കഠോര ഹൃദയത്തെ മാറ്റിയെടുക്കുന്നത്. നോക്കൂ, ഒരു ക്രിമിനൽ, ഒരു കുടുംബത്തിന് തലവേദനയായിരുന്ന, ദേശത്തിന് തലവേദനയായിരുന്ന ഒരു ക്രിമിനലിൻ്റെ അത്ഭുത മാറ്റമാണ് നമ്മൾ തുടർന്ന് കേൾക്കാൻ പോകുന്നത്. ഈ സഹോദരൻ്റെ പേര് അജയൻ. ഈ നാട്ടിൽ ഇവിടെ തന്നെയുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം വാടക തല്ലുകാരനായിരുന്നു. കർത്താവ് ഇദ്ദേഹത്തെ തൊട്ട് അത്ഭുതകരമായി നമ്മുടെ സഭയിലെ മെയിൻ ഒരു ലീഡറാണ്. അനേകരെ കൊണ്ടുവരിക. ഇദ്ദേഹത്തിൻ്റെ മാനസാന്തരം കണ്ടുകൊണ്ട് മദ്യപാനത്തിലുള്ളവരും തല്ലുകാരും എല്ലാം ഇപ്പം നമ്മുടെ സഭയിൽ വരിക. അത്ഭുതകരമായി. യേശു വന്നത് മതം സ്ഥാപിക്കാനല്ല. ഫിലമോൻ്റെ ലേഖനത്തിൽ ഒരു മോഷ്ടാവിനെ മാനസാന്തരപ്പെടുത്തിയ പൗലൂസ് ആ മോഷ്ടാവിനെ കുറിച്ച് പറയുക, മുമ്പേ ഇവൻ എല്ലാവർക്കും ഉപദ്രവിയായിരുന്നു, എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും നല്ലവന്. യേശു വന്നത് മതം മാറ്റാനല്ല, മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കാൻ, ഒരു ക്രിമിനലിനെ നല്ല പൗരനാക്കാൻ. ഇദ്ദേഹം നമ്മുടെ രാജ്യത്തിന് ഉപദ്രവിയായിരുന്നെങ്കിൽ ഇന്ന് നല്ലൊരു ഇന്ത്യൻ പൗരനാക്കാൻ, നല്ല മകനാക്കാൻ. കല്യാണം കഴിച്ചതാണോ? നല്ല ഭർത്താവാക്കാൻ. മക്കളുണ്ട്. നല്ല പപ്പായാക്കാൻ. കൈ കൊടുത്ത് പറ, യേശു വന്നത് നല്ല അപ്പനാക്കാൻ, നല്ല അമ്മയാക്കാൻ, നല്ല പൗരനാക്കാൻ, നല്ല സഹോദരനാക്കാൻ. അല്ലാതെ യേശു ഒരു മതത്തിൻ്റെ വേഷം കെട്ടിക്കാൻ വന്നതല്ല. ഒരു ബ്രദർ വന്ന് പറഞ്ഞത്, ഞാൻ വരാൻ കാരണം ഇവൻ്റെ ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിൽ എപ്പോഴും വടിവാൾ വെച്ചോണ്ട് ഇവൻ ഓട്ടോ ഓടിക്കുന്നത്. പക്ഷേ അതിപ്പോഴില്ല. ഞാൻ അന്വേഷിച്ച പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് വന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനും വന്നത്. കൊച്ചിലെ തുടങ്ങിയ ഞങ്ങൾ 6-7 പേരുണ്ട്. നാട്ടിൽ മണ്ണെടുപ്പോൾ എന്ത് വന്നാലും നമുക്ക് ഗുണ്ടാപ്പിരി വന്നാലേ മണ്ണെടുക്കാൻ നമ്മൾ സമ്മതിക്കത്തുള്ളൂ. അപ്പം മണ്ണെടുക്കണമെങ്കിൽ ഗുണ്ടാപ്പിരി 10,000 രൂപ നമുക്ക് തരണം. ഈ 10,000 രൂപ കൊണ്ടുപോയി ഞങ്ങൾ കുടിക്കുകയായാലും ആഹാരം കഴിക്കുകയാലും കഴിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഞങ്ങളുടെ മൈൻഡ് എന്താണോ അതുപോലെ ഇരിക്കും. മണ്ണെടുപ്പ്, അതുപോലെ നാട്ടിൽ വീടുകളിൽ കുഴൽക്കിണർ കുഴിക്കാനായാലും നമുക്ക് പൈസ തരണം. തരാത്ത പക്ഷം നമ്മൾ സമ്മതിക്കത്തില്ല. അപ്പം കേസ് ഇങ്ങനെയായിരുന്നു പരിപാടികൾ. തല്ലെന്ന് പറഞ്ഞാൽ അവിടെയുള്ള പെണ്ണുങ്ങൾ പറയും, നിങ്ങൾ അവരുമായിട്ട് വഴക്കുണ്ടെങ്കിൽ നിങ്ങളെ ഡിസ്ട്രിക്ട് ആശുപത്രി നോക്കിയാൽ മതി, ഉറപ്പായിട്ട് നിങ്ങളെ അമ്മമാർ തല്ലുമെന്ന് പറയാം. തല്ലുമെന്ന് നമ്മൾ ഉറപ്പായിട്ട് തല്ലി. കേസ് തോനെയുണ്ട്. അങ്ങനെ കേസ് തോനെയായപ്പോൾ 2 മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയ്ക്കൊരു മോനാണ്, എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം സഹോദരങ്ങളുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ എനിക്ക് രാത്രി ഉറക്കമില്ലാതെ രാത്രി ചാടി എഴുന്നേറ്റ് ഇരിക്കുമ്പം എൻ്റെ ഭാര്യ വയ്ക്കുക എന്തോ പ്രശ്നം. എന്നെ കണ്ടാലേ പേടിയാണ്. ഞാൻ മിണ്ടരുത്, കിടന്നുറങ്ങിക്കണം. ഞാൻ ഉറങ്ങാതിരിക്കും. അതെൻ്റെ സൗകര്യം. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഭാര്യയ്ക്ക് എല്ലാം എന്നെ പേടിയാണ്. അപ്പോൾ നമ്മുടെ ഈ സൈസ് കണ്ടാലും അവർക്ക് പേടിയാണ്. അപ്പം പൊതുവേ അവർക്ക് എല്ലാവർക്കും പേടി. അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പ്രേമം എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗീയ വിരുന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ അവൻ എന്നെ വിളിച്ചെന്ന് പറഞ്ഞു, നീ ഇങ്ങനൊന്നും പോയാൽ ശരിയാകത്തില്ല, നിനക്ക് ഞാനിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ നിനക്ക് 3 കേസ് കൂടെ കൂടിയിട്ടുണ്ട്, നീ അകത്താവും. മറ്റേ വക്കീലിന് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ 107 പ്രതി, എന്നെ 107 എടുത്ത് വെച്ചാൽ 107 കഴിഞ്ഞാൽ പിന്നെ ഗുണ്ടാക്റ്റിനകത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ നാട് കടത്തും. അപ്പോൾ ആകെപ്പാടെ ഉറക്കമില്ല, ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. എന്ത് ചെയ്യണമെന്ന് എല്ലാം ചെയ്തത് തെറ്റാണെന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ കൃത്യസമയത്ത് എൻ്റെ യേശു എന്നെ പിടിച്ച് എന്നോട് പറഞ്ഞ്, നീ പ്രേമിൻ്റെ രോഗത്തിൽ വന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. 108 പിന്നെ ഗുണ്ടായാണോ? 3 കേസ്. വക്കീല് പറ. 3 കേസ് ഒരാളുടെ പേരിൽ ക്രിമിനൽ കേസ് വന്നാൽ അദ്ദേഹത്തെ ഗുണ്ടാക്റ്റിൽ പെടുത്താം, നാട് കടത്താം. പിന്നെ നാട്ടിൽ കയറണമെങ്കിൽ സാങ്ഷൻ വേണം. ശരിയാണ്. ഞാൻ ഓർത്തത് നാട് കടത്തന്നെ. അങ്ങനെ ഉണ്ടോ? പിന്നെ ജില്ലയിൽ കയറാൻ പറ്റത്തില്ല. പിന്നെ ഒരു കേസ് വന്നാൽ പിന്നെ സ്ഥിരമായിട്ട് ജയിലിനകത്തായിരിക്കും, പിന്നെ പുറത്ത് വിടത്തുമില്ല. പുതിയ ആക്റ്റാണ്. നാട്ടിലേത് ഫെസ്റ്റിവൽ ഉണ്ടായാലും പോലീസ് വന്ന് പറയും, നീ ജയിലിലോട്ട് പോരാൻ പറയും. ഇവനെ തരുതൽ തടങ്ങി. അവിടെ റൂം ഫ്രീ അല്ലേ? അവിടെ കൊണ്ടിരുത്തിയിട്ട് ആഹാരവും റൂമും ഒക്കെ ഫ്രീ ആണ്.
ഇതെല്ലാം കഴിഞ്ഞ് തീരുമ്പം പോലീസുകാർ പറയും പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ ഒരു കേസൊന്നും ഇല്ലല്ലോ, പോയിക്കോളാൻ പറയും. അങ്ങനെ കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം ഞാൻ പേടിച്ച് ഞാൻ അങ്ങ് കാസർഗോഡിന് പോയി. എൻ്റെ വല്ലീസൻ്റെ വീട് കാസർഗോഡുണ്ട്. അവിടെ പോയി ഉത്സവം കഴിയുമ്പോൾ ഞാൻ തന്നെ തിരിച്ചു വന്നു. സ്റ്റേഷനിൽ ഇരിക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ അവിടെ കാസർഗോഡ് പോയി തിരിച്ചു വന്നു. ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞ അനിൽ ബ്രദറെ എൻ്റെ ഡേറ്റ് അടുത്ത് വരുന്നുണ്ട്, എന്നോട് പറഞ്ഞു ഒന്നും കൊണ്ട് പേടിക്കണ്ട, ധൈര്യം തരുന്നോളാൻ. അനിൽ ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് ഞാൻ പോയപ്പോൾ ജോസി ബ്രദറിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ്, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് പിന്നെ ജോസി ബ്രദറിന് പറഞ്ഞത്, മോനെ ഒരുവൻ ക്രിസ്തുവിൽ സ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ അവന് 2 ദൂതന്മാരുണ്ട്. അന്ന് എനിക്കറിയാതെ 2 ദൂതന്മാരാകുമ്പോൾ കൊണ്ട് ഒന്നും ഭയപ്പെടണ്ട. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പോയി. എന്നെ ഒരു പോലീസുകാരും പിടിച്ചില്ല, ഒന്നും പിടിച്ചില്ല. ഞാനിപ്പോൾ എൻ്റെ ആട്ടേ കയറാൻ ഭയന്ന പെണ്ണുങ്ങളും ആണുങ്ങളും ഇപ്പോൾ എൻ്റെ വണ്ടി കയറിയ ഉടനെ സുവിശേഷം, എനിക്ക് യേശുവിനെ കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം ഞാൻ പറയും. ഞാൻ ഇവിടെ ഉറക്കെ പറയുന്നത്, എന്നെ പോലെ നശിച്ച മക്കളുണ്ടെങ്കിൽ അവർ യേശുവിനെ അറിയട്ടെ, യേശു അവരെ രക്ഷിക്കും. എന്നെ രക്ഷിച്ച യേശു ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളെ രക്ഷിക്കും. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും രക്ഷപ്പെടട്ടെ. യേശുവിന്റെ എനിക്ക് അതാണ് എൻ്റെ സാക്ഷ്യം. എല്ലാവരും രക്ഷപ്പെടാം. ദുഃഖിക്കുന്ന എല്ലാ അമ്മമാരും എല്ലാ സഹോദരിമാരും എന്നെ പേടിച്ച് എൻ്റെ അമ്മയൊക്കെ ഭയന്ന് ഞാൻ ഓടി വരുമ്പം ആട്ടം കൊണ്ടിടുമ്പം ഞാൻ വിചാരിച്ച് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എൻ്റെ അമ്മ ചോറ് വിളമ്പുന്ന, എൻ്റെ ഭാര്യ കറി വിളമ്പുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല. അതല്ല, ഞാൻ ഈ ഹെവൻലി ഫീസ്റ്റ് വന്ന് ആരാധിക്കാൻ തുടങ്ങിയ സ്നേഹം, അവിടെ വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ സ്നേഹം അറിഞ്ഞു. ഞാൻ ആ സ്നേഹം എൻ്റെ വീട്ടിൽ കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇവർ പെട്ടെന്ന് ചോറും കറിയും വിളമ്പത് എന്നെ ഭയന്നിട്ടാണ്. ഞാൻ എൻ്റെ വീട്ടുകാരെ സ്നേഹിക്കാൻ തുടങ്ങി അന്ന് പോലെ എൻ്റെ വീട്ടിൽ സന്തോഷമുണ്ട്, എനിക്ക് ഓട്ടമില്ല, ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കറിയാം ഒത്തിരി പേര് ജയിലിൽ പോയിട്ട് ഒന്നും തെറ്റ് ചെയ്യാതെ പോകുന്നവരും തിരിച്ച് ക്രിമിനലായിട്ട് ഇറങ്ങി വരുന്നത്. അങ്ങനെയുള്ള ഒത്തിരി കേസ് എൻ്റെ കയ്യിലുണ്ട്. അറിയാതെ പോകുന്നവർ പോലും. ഇവരെ പോലുള്ള മാനസാന്തരപ്പെടുത്താൻ നിയമത്തിന് പറ്റത്തില്ല, അവർ തൽക്കാലത്തേക്കൊന്നും തളച്ചിടാനേ പറ്റത്തുള്ളൂ. പക്ഷേ യേശു, ഞാനത് അവിടേക്കും കണ്ണിന് കണ്ണുനീര് വരുന്നു കേട്ടപ്പോൾ. ഒത്തിരി ക്രിമിനൽസ് എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു അവരും കൂടെ കർത്താവിനെ അറിയണമെന്ന്. ഇതുപോലെ കുടുംബം തകർന്ന് ഭാര്യയും കുഞ്ഞുങ്ങൾ ഇതുപോലുള്ള കുടുംബങ്ങളുടെ മക്കൾ, ബ്രോക്കൺ ഫാമിലിയിലെ കുഞ്ഞുങ്ങൾ അവർ ഭാവിയിൽ ക്രിമിനലായിട്ട് മാറുക. വേറൊരു നിവൃത്തിയില്ല. അങ്ങനെ ഒട്ടനവധി കുഞ്ഞുങ്ങൾ. ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതാ. വലിയൊരു മാറ്റമാണ്. കർത്താവ് ഇത് യേശുവിനല്ലാതെ, കർത്താവിൻ്റെ സ്നേഹത്തിനല്ലാതെ നടക്കത്തേ ഇല്ല. പ്രിയപ്പെട്ടവരെ, എന്താ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന? ആ സഹോദരൻ ഇന്ന് എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. എല്ലാവർക്കും തലവേദനയായിരുന്ന വ്യക്തി ഇന്ന് എല്ലാവർക്കും ഒരു അനുഗ്രഹം. അത് തങ്കു ബ്രദറോ തോമസ് ഊട്ടി ബ്രദറോ പ്രാർത്ഥിച്ചുണ്ടായ സൗഖ്യമല്ല. ആർക്കും കർത്താവ് പ്രത്യേകത ഒന്നും കൊടുത്തിട്ടില്ല. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വിടുതൽ ലഭിക്കും. എന്നെ കണ്ടുകൊണ്ട് വളരെ മാനസിക ഡിപ്രഷനിൽ കേൾക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭ്രാന്തിലേക്ക് ഞാൻ പോവുകയാണോ എന്ന് ഭയപ്പെടുന്നവർ, യേശു നിങ്ങളെ സ്പർശിക്കുന്നു. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളും ഞാനും ഒരു കുടുംബം അംഗമായി വി ആർ വൺ ഹെവൻലി ഫീസ്റ്റ് ഫാമിലി. ഒരു പക്ഷേ നിങ്ങൾ പല സ്ഥലത്ത് നിങ്ങളുടെ വിശ്വാസം വേറെ ആയിരിക്കാം, ആരാധിക്കാൻ വേറെ സ്ഥലത്തായിരിക്കും പോകുന്നത്. പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, TV പ്രോഗ്രാമാണ് ഞങ്ങളുടെ ഓക്സിജൻ. ഞങ്ങളുടെ ഓരോ ദിവസത്തിലെയും ഓക്സിജൻ സപ്ലൈ കിട്ടുന്നത് TV പ്രോഗ്രാമിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും കൈകോർക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പല TV പ്രോഗ്രാമിലൂടെയും അനേകം മദ്യപാനികൾ രൂപാന്തരപ്പെട്ടു. ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിരുന്ന കുടുംബങ്ങൾ കർത്താവിലേക്ക് വന്നു. നിങ്ങൾ പല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ TV പ്രോഗ്രാമിനെ കർത്താവ് ഉപയോഗിച്ചു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ഈ TV പ്രോഗ്രാമുകൾ പലരും സ്പോൺസർ ചെയ്യാൻ മുമ്പോട്ട് വരുന്നതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ TV പ്രോഗ്രാം മുന്നോട്ട് ഓരോ പ്രോഗ്രാം മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് ചാനൽ ഹാസ് ടു ബി പെയ്ഡ്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ എക്സ്പെൻഡിച്ചറുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്പോൺസർ ചെയ്യാം. വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ നിങ്ങളുടെ വൺ ഓഫ് യുവർ ഡേയ്സ് ദാറ്റ് യു സെലിബ്രേറ്റ്, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, കുഞ്ഞിൻ്റെ ജനനം, അതിനകത്തൊക്കെ യു ക്യാൻ ബി എ പാർട്ട് ബൈ സ്പോൺസറിങ് ദിസ് ചൈൽഡ്. മറക്കരുത്, TV പ്രോഗ്രാമിന് ഇന്നും എവിടെയും നമ്മൾ പലയിടത്തും സുവിശേഷത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്തിടത്തും കടന്നു ചെല്ലാൻ പറ്റും. അനേകരെ വിടുവിക്കാൻ പറ്റും. ദൈവവചനത്തിലൊരു മനോഹരമായ വചനമുണ്ട്, അവർ ഐക്യപ്പെടാതെ എങ്ങനെ പ്രസംഗിക്കും. വാസ്തവത്തിൽ ഞങ്ങളെ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമ്പോൾ ഐക്യയാണ് ചെയ്യുന്നത്.
ആൻഡ് ഐ നോ ഈ ടി വി പ്രോഗ്രാം ഒരു ക്രൂസൈഡിനേക്കാളും വലുതാണ്. അതിൻ്റെ കാരണം ഒന്ന്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നിറയുന്ന അത്രയും പേരല്ല ഇത് കാണുന്നത്. ലോകമെമ്പാടും പല രാജ്യത്തിലിരിക്കുന്നവരും ഗ്രൗണ്ടിലോട്ട് വരേണ്ട, വീട്ടിലിരുന്ന് ഈ വചനം ശ്രവിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. എൻ്റെ ഒരു വിശ്വാസമാണ്, തോമസ് ബ്രദറും ഞാനും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. ഞങ്ങൾ സാധാരണഗതിയിൽ സാമ്പത്തികമായ ഒരു സപ്പോർട്ട്സും ഞങ്ങളുടെ മിനിസ്ട്രിയിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ എവിടെ പോയാലും സപ്പോർട്ട്സ് റേസ് ചെയ്യാറില്ല. ചർച്ചിനകത്തെ സപ്പോർട്ട്സും ഉണ്ട്. ടെലിവിഷൻ പ്രോഗ്രാം സൂര്യ നടക്കുന്നത് കോട്ടയത്തെ ഓഫറിങ്ങിനകത്തുനിന്ന് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത അത് സ്പോൺസർഷിപ്പ് ഓരോ ആഴ്ചയും നടത്തുന്നു. ഈ ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ മതി. ആ ഫോൺ നമ്പറുകളിൽ നിന്ന് യു വിൽ ബി ഗൈഡഡ്. മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും പറഞ്ഞ് ഇത് കാണണം, പ്രാർത്ഥിക്കണം. നിങ്ങളെയും നിങ്ങളുടെ തലമുറയും കർത്താവ് മറക്കത്തില്ല. സ്വർഗത്തിലും പ്രതിഫലമുള്ള വലിയ ശുശ്രൂഷയാണ്. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കണം. ഈ ടെലിവിഷൻ പ്രോഗ്രാം ഇനിയും പല ഭാഷകളിലൂടെയും ഞങ്ങൾ പല ചാനലിൻ്റെയും പ്രവർത്തനം നിർത്തേണ്ടി വന്നു ഭാഷകളിൽ. നമ്മളിതെല്ലാം കൂടെ ചെയ്താൽ ഈ പുതിയ കാലത്ത് ഈ ശുശ്രൂഷ ഏറ്റവും എഫക്റ്റീവായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ഈ കാര്യത്തിന് ബന്ധപ്പെടുവാൻ ഈ ഫോൺ നമ്പർ ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. മിഷൻ മന്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയാനും എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നറിയാനും ഈ നമ്പറിൽ വിളിക്കുക. സോ നിങ്ങൾ പ്രാർത്ഥിക്കണം, that God will open doors, that your heart will open and you will do it. So പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ നമ്പറുകളിൽ, ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ you can know how you can give. God bless you. Heavenly Feast Mission Months. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. ഒരു സാക്ഷ്യം കൂടെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഭരണിക്കാവിൽ നടന്ന മീറ്റിങ്ങിൽ സാക്ഷ്യം പറയാൻ വേണ്ടി സൗദി അറേബ്യയിൽ നിന്ന് അവധിക്ക് വന്നൊരു സഹോദരി സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ അവിടെ വന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ഒരു മുറിക്കകത്ത് അതിവേദനയോടെ ശരീരത്തിൽ ഒരു തളർച്ചയുടെ നിലയിൽ ജോലി ചെയ്യാൻ മേലാതെ കിടന്നൊരു സഹോദരിയെ രാത്രി എപ്പിസോഡിൽ കർത്താവ് വിടുവിച്ചു. ഈ ദിവസങ്ങൾ നമ്മുടെ മിഷൻ മന്ത്സാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക മാത്രമല്ല, ഈ മിഷൻ മന്ത്സിൽ എല്ലാവരും കരങ്ങൾ നീട്ടണം. ഈ മിഷൻ മന്ത്സ് നമ്മുടെ ഈ പ്രോഗ്രാമുകൾ മാത്രമല്ല, നമ്മുടെ ഇനിയുള്ള മീറ്റിങ്ങുകൾ, ഈ വർഷം നമ്മൾ ചെയ്യാൻ പോകുന്ന മീറ്റിങ്ങുകൾ, ഇനി പല ഭാഷകളിൽ നമുക്ക് ടി വി പ്രോഗ്രാമുകൾ വരണം. മാത്രമല്ല, നമുക്കൊരു സ്റ്റുഡിയോ വേണം. നമ്മുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം വളരെ പഴകി, ക്യാമറാസ് വേണം. നമ്മൾ ഒന്നിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഈ സമാഹരണം നടത്തുകയും ചെയ്യുമ്പോൾ എന്താണ് ടി വി പ്രോഗ്രാമിൻ്റെ റീച്ച് എന്ന് നോക്കുക. സൗദി അറേബ്യയിൽ ഒരു കൂട്ടായ്മ കൂടാനും വചനം കേൾക്കാനും വലിയ പ്രയാസങ്ങളുള്ളൊരു സ്ഥലമാണ്. പക്ഷേ അവിടെയും ടി വി പ്രോഗ്രാം കടന്നു ചെല്ലുന്നു. ഒരു അത്ഭുത വിടുതൽ സൗദി അറേബ്യയിൽ സഹോദരിക്കുണ്ടായത് കേൾക്ക്. സൗദി അറേബ്യയിൽ എംഒഎച്ചിലെ സ്റ്റാഫ് നഴ്സാണ്. 2008 ഞാൻ മുടങ്ങാതെ പാസ്റ്ററിൻ്റെ ടി വി പ്രോഗ്രാം പവർ വിഷൻ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ ടി വി ഇതാണെങ്കിൽ ടി വിയുടെ അവിടെ കൈവച്ചാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാത്ത ബാക്ക് പെയിനാണ്. രണ്ടാമത്തെ CS കഴിഞ്ഞപ്പം മുതൽ ഒരു ദിവസം പോലും, ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് അവിടെ, ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുക. ഒരു ദിവസം പോലും എനിക്ക് മലർന്ന് കിടക്കാൻ പറ്റത്തില്ല. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിൻ ഫ്രീ ആയതുകൊണ്ട് ഈ പെയിനിടുന്ന ജെല്ല് ഹസ്ബൻഡിനെ കൊണ്ട് ബാക്കിൽ ഇടിയിച്ചിട്ടാണ് കിടക്കുന്നത്. കിടന്നാൽ മറന്നു പോയാൽ പെയിനായിട്ട് വീണ്ടും എഴുന്നേറ്റ് തട്ടി വിളിച്ചിട്ട് പറയും എനിക്ക് തേച്ചതാണ്, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 2008 എനിക്ക് എൻ്റെ ICU തന്നെ വാർഡിലെടുത്തിട്ടു. മെയിൽ വാർഡ്, സർജിക്കൽ ആൻഡ് മെഡിക്കൽ വാർഡിൽ ബെഡ് റിഡൻ പേഷ്യൻസാണ് ഉള്ളതല്ല. അപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ, ബാക്ക് പെയിനുള്ള ഞാൻ എങ്ങനെ ബെഡ് റിഡൻ പേഷ്യൻറ്റിനെ കെയർ ചെയ്യും? എവറി 2 hours പേഷ്യൻറ്റിനെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. അപ്പോൾ സങ്കടത്തോടെ, അപ്പോൾ എനിക്ക് സിവിയർ ബാക്ക് പെയിനായിട്ട് അവിടെ ഓർത്തോപെഡിക് സർജൻ എനിക്ക് ഫിസിയോതെറാപ്പി എഴുതി. 2 ദിവസത്തെ ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ പെയിൻ കൂടിയിട്ട് ഞാൻ മുടങ്ങാതെ ബ്രദറിൻ്റെ പ്രെയർ കണ്ടുകൊണ്ടിരിക്കുന്ന
അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയി. എനിക്ക് അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് കയറണം 11 മണിക്ക്. പെയിനാണ്, ഭയങ്കര പെയിൻ. ബെഡ് റിഡൻ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ എന്ത് ചെയ്യും? റൂമിൽ ഞാൻ തന്നെ ഉള്ളൂ. എൻ്റെ മോനൊന്ന് കുഞ്ഞാ, അവൻ കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഞാൻ കിടന്ന് കരഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ എൻ്റെ ഉള്ളിലൊരു ദർശനം കാണുവാണ്. ഞാൻ ഇച്ചിരി റിമോട്ട് ഏരിയയിലാണ്. അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ കഫറ്റേരിയയിൽ തോമസ് ഊട്ടി ബ്രദർ വന്ന് നിൽക്കുന്നു. ഞങ്ങൾ കുറച്ച് പേര് ചുറ്റിനും നിൽപ്പുണ്ട്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഇവിടെ അനേക രോഗികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പാസ്റ്ററെ ഇങ്ങനെ വചനം പറയുവാണ്. അപ്പോൾ അന്നേരം എനിക്ക് ഉള്ളിലിങ്ങനെ ഓർമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് വേണ്ടി ആയിരിക്കും വന്നത്. ഈ റിമോട്ട് ഏരിയയിൽ സിറ്റിയിലൊക്കെ പാസ്റ്റേഴ്സ് വരുന്നുണ്ട്, ഇവിടെ വരില്ലല്ലോ, എനിക്ക് വേണ്ടി ആയിരിക്കും. അപ്പോൾ ഞാൻ ഉണർന്നപ്പം ഞാൻ ഉറങ്ങിപ്പോയിട്ട് പ്രയറിൻ്റെ ടൈമൊന്നും ഞാൻ അറിയില്ല. പ്രയർ നടക്കുക അന്നേരം ടി വിയിൽ. അപ്പോൾ തോമസ് ഊട്ടി ബ്രദർ പറയുന്നു, അപ്പോൾ പ്രയറിൻ്റെ ലാസ്റ്റ് ടൈമായി. അപ്പോൾ പറയുന്നു, അനേക രാജ്യങ്ങളിൽ എന്നെ ഇരുന്ന രോഗികൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ആത്മാവിൽ ഞാൻ അറിയുന്നു, സൗദി അറേബ്യയിൽ അനേകരിരുന്ന് കാണുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗത്ത് അസ്വസ്ഥതകളുള്ളവർ കാണുന്നത്. അപ്പോൾ എനിക്കവിടെ നോക്കാനോ കാണാനോ ആരുമില്ല. അപ്പം ഞാൻ ആ റൂമിലിരുന്ന് 8 തവണ പെട്ടെ നിലവിളിച്ചിട്ട് പറഞ്ഞ്, കർത്താവ് ഇന്നീ നിമിഷം നീ എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞതിന് ബാക്കിൽ കൈവച്ച്. അന്ന് മുതൽ 2000 കുറേ പേര് പറയും അത് ഓരോ ഇമാജിനേഷൻസ് ആണെന്നൊക്കെ. 2008 സൗഖ്യമായതാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോമസ് ഊട്ടി ബ്രദറിനെ നേരിട്ട് കാണുന്നത്. പിന്നെ ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡ് അന്ന് സൗഖ്യമായതാണ്. പിന്നെ ഇതുവരെ MSL ഇട്ടിട്ടില്ല ഞാൻ എൻ്റെ ബാക്കിൽ. 2005 എൻ്റെ മോളുടെ 5ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തത് അവിടുന്ന്. പിന്നെ ഇപ്പം ഞാൻ ഈ പ്രയറിന് വന്നേക്കുന്നത് എനിക്ക് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉണ്ടെന്ന് MRI ചെയ്തപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് ആണെന്ന് പറഞ്ഞു. C5 C6 C6 C7 എഴുതാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഇപ്പം ഞാനൊന്നും പ്രത്യേകിച്ച് സൗഖ്യമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ സൗഖ്യം. ബാക്ക് പെയിൻ സൗഖ്യമാക്കിയ കർത്താവ് പെടലി സൗഖ്യമാക്കും. ഇതൊരു നേഴ്സാണ് പറയുന്നത്. ഇത് തോന്നലല്ലെന്നും രോഗസൗഖ്യം എന്ന് പറയുന്ന ഹിസ്റ്റീരിയയുടെ തോന്നലല്ലെന്നും ഇമാജിനേഷൻ അല്ലെന്നും അനുഭവിച്ച ഒരു മകൾ. ഈ സാക്ഷ്യം ഇവിടെ ഉറപ്പിച്ചത് തോമസ് ഊട്ടി ബ്രദറിന്റെ പവർ അല്ല. ഇവിടെ ഉറപ്പിച്ചത് എന്താണെന്നറിയോ? 2000 വർഷം മുമ്പ് കല്ലറയിൽ അടക്കപ്പെട്ട ദൈവപുത്രൻ ഇന്നും ഉയർത്ത് ജീവിക്കുന്നു. എന്തൊരത്ഭുതമാണ്. നമ്മൾ ഇന്ന് തന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തി ആരും അറിയാതെ ഒരു സ്ഥലത്തിരുന്ന് ടി വിയിലൂടെ ഇൻ്റർനെറ്റിലൂടെ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ സമീപേ കർത്താവുണ്ട്. ആ സഹോദരിയുടെ സൗഖ്യം കാണുമ്പോൾ എനിക്കിന്നൊരു ഉറപ്പുണ്ട്, യേശു കർത്താവ് ജീവനോടെയുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെയും സമീപമുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. പ്രാർത്ഥിക്കുമ്പോൾ ലോകമെങ്ങും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്നെ വിടുവിക്കണമെന്ന് മാത്രമല്ല, നമുക്കൊന്ന് കൂട്ടമായിട്ട് പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സൗഖ്യങ്ങളും വിടുതലുകളും ഉണ്ടാകട്ടെ. തകർന്ന കുടുംബങ്ങൾ വിടുതലാകട്ടെ. സമാധാനമില്ലാത്തവർ സമാധാനത്തിലേക്ക് വരട്ടെ. നമുക്കൊന്ന് വിശ്വാസത്താൽ കരങ്ങൾ കോർക്കാം. നമ്മൾ കൈ കോർത്തിരിക്കുന്നതായിട്ടൊന്ന് കണ്ടുകൊണ്ട് നമുക്ക് വിശ്വാസത്താൽ പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ആ ഭവനത്തിലുള്ളവർ ഒന്നിച്ചൊന്ന് കൈയൊന്ന് കോർത്തേ. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ഈ അത്ഭുത സാക്ഷ്യങ്ങൾക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ. തളർന്നിരുന്ന സഹോദരിയെ വിടുവിച്ച യേശുനാഥ കർത്താവേ, സ്തോത്രം. ആ ക്രിമിനൽ സ്വഭാവമുള്ളായിരുന്ന മകനെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റിയ കർത്താവേ, അത്ഭുത സൗഖ്യങ്ങൾ കൊണ്ട് നിൻ്റെ മക്കളെ തൊട്ടതല്ലോ. അതേ കർത്താവിൻ്റെ അത്ഭുതകരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും ഓരോ വ്യക്തികളിലും ഇപ്പോൾ തന്നെ വരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വാസത്താൽ കരങ്ങൾ കോർക്കുകയാണ്. ഞങ്ങൾ ഒന്നിച്ച് കരം കോർത്തിരിക്കുമ്പോൾ ഈ നിമിഷം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, നിങ്ങൾ കണ്ടതുപോലെ തന്നെ തളർന്ന ശരീരങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചില സ്ട്രോക്കുകൾ വന്ന് തളർച്ച ബാധിച്ച ശരീരങ്ങളിൽ ഇപ്പോൾ ജീവൻ വ്യാപരിക്കുന്നു. ആ കൈ യേശുവിൻ്റെ നാമത്തിലൊന്ന് അനക്കിക്കേ, കാലുകളൊന്ന് ചലിപ്പിക്കേ, ഇപ്പോൾ തന്നെ ജീവൻ വ്യാപരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഞങ്ങൾ കേട്ടതുപോലെ തന്നെ ശ്വസിക്കാൻ കഴിയാത്ത വ്യക്തികൾ ഇപ്പോൾ വിടുതലാകട്ടെ. ആ അധരങ്ങൾ തുറക്കപ്പെടട്ടെ.
നാസാരന്ധ്രങ്ങൾ തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കണ്ണിന് കാഴ്ച ലഭിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ക്രിമിനൽ സ്വഭാവമുള്ള മക്കളെക്കുറിച്ച് വേദനപ്പെടുന്ന മാതാപിതാക്കൾ, യേശുനാഥ, ആ കുടുംബത്തിൽ അങ്ങയുടെ സ്നേഹം ഇറങ്ങിച്ചെല്ലണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ. വാടക ഗുണ്ടകൾ എന്നൊക്കെ അറിയപ്പെട്ട് സമൂഹം തള്ളിക്കളഞ്ഞ വ്യക്തികൾ ഇപ്പോൾ വിടുതലാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിൽ മാനസികമായി തകർന്നവർ, കർത്താവെ, സൈക്കാട്രിക് പേഷ്യൻസായി ചികിത്സ തേടിയവർ, അവരെല്ലാം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം അവർക്ക് വിടുതൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. കർത്താവെ, അങ്ങ് ജീവിക്കുന്നല്ലോ. ഈ സാക്ഷ്യങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്ന കർത്താവ് ജീവിക്കുന്നെന്നാണല്ലോ. ഈ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത് സമാധാനപരമായൊരു ജീവൻ നയിപ്പാൻ മക്കളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് കർത്താവ് വിടുതൽ തന്നിട്ടുണ്ട്. നിങ്ങളെ തന്നെ ഇപ്പോൾ ചെക്ക് ചെയ്യണം. ഏത് രോഗമാണോ, നമ്മളിവിടെ എടുത്തു പറയപ്പെട്ട പേര് മാത്രമല്ല, നിങ്ങൾ ഡയബറ്റിസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, ഇപ്പോൾ സൗഖ്യമായിട്ടുണ്ട്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ഏറ്റെടുക്കുക. കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. മറക്കരുത്, ഈ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ഇതൊരു വലിയ ശുശ്രൂഷയാണ്. ഈ TV പ്രോഗ്രാം ഇത് ഞങ്ങൾ തന്നെയല്ല, നമ്മളെല്ലാം കൂടെ ചെയ്യുക. സോ ഈ മിഷൻ മന്ത്സിൽ നിങ്ങളേവരും കരം നീട്ടണം. മിഷൻ മന്ത്സിന് വേണ്ടിയുള്ള നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡ് വീണ്ടും അനുഗ്രഹത്തിൻ്റെ മറ്റൊരു നിറവായിരിക്കും. അതിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. തോമസ് ഊട്ടി ബ്രദർ ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ 5 വരെ ന്യൂഡൽഹിയിൽ ശുശ്രൂഷിക്കുന്നു. ഏപ്രിൽ 12 ഞായർ, സദ്ഭാവന ഭവൻ, മാഷ്ടിഗർ ചർച്ചിന് സമീപം. से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।